എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കുന്നത്. എന്താണോ? ഗോതമ്പ് കൊണ്ടുള്ള കൊഴുക്കട്ട, വീറ്റ് കൊഴുക്കട്ട. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലുലു മാളിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ, അതിനകത്ത് ഈ വീറ്റ് കൊഴുക്കട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു, കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് മൂന്നേ ഇൻഗ്രീഡിയൻസ്, സാധാരണ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഗോതമ്പ് പൊടിയും തേങ്ങയും ശർക്കരയും ഇത്രയും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ ഫ്ലേവറിന് ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം, പക്ഷെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഴുക്കട്ടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ വരും. ഇവിടെ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ഗോതമ്പ് പൊടി കുഴക്കില്ലേ, അതേപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചു, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, പിന്നെ ഒരല്പം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, അതും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഒരു അരക്കപ്പ് ഇട്ടു, പിന്നെ അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ചും കൂടെ പൊടി വേണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 കപ്പ് കൂടി ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നമ്മൾ ആദ്യം ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത ഉപ്പും ആ എണ്ണയും ഒക്കെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പോലെ കൈ കൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കാം. കണ്ടില്ലേ? ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ച് ചപ്പാത്തിയുടെയും പൂരിയുടെയൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാനുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കേണ്ടത്. ഞാനിവിടെ ഫ്ലേവറിനൊന്നും ചേർക്കുന്നില്ലെന്ന് ആദ്യമേ പറഞ്ഞില്ലേ, അതുകൊണ്ട് തേങ്ങ ചിരകിയതും കുറച്ച് ശർക്കരയും. ഇത് ശർക്കര ഉരുക്കി അരിച്ചൊന്നും എടുക്കുന്നില്ല, കല്ലില്ലാത്ത ശർക്കരയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കത്തി കൊണ്ട് ഇത് ചെറുതായിട്ടിങ്ങനെ ചീമ്പി എടുക്കുകയാണ്. കണ്ടോ? ഞാനിത് തേങ്ങയിലേക്ക് തന്നെ, തേങ്ങ ചിരകിയതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതുണ്ട്, അതിലേക്ക് തന്നെ ശർക്കര ഇങ്ങനെ ചെറുതായിട്ട് കത്തി വെച്ച് ഇത് ചീകിയെടുത്തു. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തു. കണ്ടില്ലേ? ഇനി അതവിടെ ഇരിക്കട്ടെ. ഞാനിത് നമ്മൾ ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കുന്ന പോലെ തന്നെ പരത്തിയിട്ടാണ് ആദ്യം ഞാൻ ഒരു മോൾഡിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ നോക്കിയത്. കുഴപ്പമില്ല, ശരിയായിട്ട് വരും. പിന്നെ അത് കുറച്ച് സമയമെടുക്കും. കണ്ടോ? എന്നിട്ട് ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിൽ പരത്തിയിട്ട് അതിലേക്കൊന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിനകത്ത് നടുക്ക് അതിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഈ മിക്സ്, തേങ്ങ ശർക്കര മിക്സ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് അടച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആ ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇത് കുറച്ച് സമയം എടുക്കും. അതേസമയം ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉരുട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എടുക്കുകയും ചെയ്യാം. കണ്ടില്ല? അടുത്തതായിട്ട് ഞാൻ ഉരുട്ടി കൊഴുക്കട്ടയുടെ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ? അത് നല്ലതുപോലൊന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ, കണ്ടോ, ഇതുപോലെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് മറ്റേ എല്ലാ വശവും ഒന്ന് ചുരുട്ടി ഷേപ്പ് ചെയ്ത് ഉരുട്ടി തന്നെ വീണ്ടും ഒന്ന് ഉരുട്ടി നമുക്ക് കൊഴുക്കട്ടയുടെ ഷേപ്പിലേക്ക് മാറ്റാം. നടുക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുത്തു. ഒരുപാടൊന്നും വയ്ക്കണ്ട, കുറച്ച് വെച്ചിട്ട് കണ്ടോ, ഇതിങ്ങനെ അതൊന്ന് പൊതിഞ്ഞെടുക്കണം. കണ്ടോ?
എന്നിട്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ ഇരുന്നോളൂ. നമ്മൾ ആ മാവ് മുഴുവൻ കൊഴുക്കട്ടയും മോൾഡിൻ്റെ ഷേപ്പിലും ഒക്കെ ആക്കി റെഡിയാക്കി വെച്ചു. ഇനി ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ചെടുക്കുകയാണെന്ന്, അല്ലെങ്കിൽ സ്റ്റീമർ ആയാലും മതി. ഇതിനകത്തേക്ക് തട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇത് എല്ലാം നിരത്തി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അടച്ചു വെച്ചു. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് ഒരു 8 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ പാകത്തിന് വെന്ത് വന്നു. എൻ്റെ വീറ്റ് കൊഴുക്കട്ട കണ്ടോ? ഞാനതൊരു മോൾഡിൽ വെച്ചിട്ട് വേറൊരു ഷേപ്പിലും കൂടി ഉണ്ടാക്കി. പക്ഷെ ഫില്ലിങ്ങും മാവും ഒക്കെ സെയിം തന്നെയാണ്, ഷേപ്പ് മാത്രം വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ. അതുപോലെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ. അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ നമുക്ക് കാണാം. താങ്ക് യു.